ലെബനൻ അതിർത്തിയിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അതിരൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അതിർത്തി മേഖലകളിൽ ഇരുവിഭാഗവും കനത്ത പ്രഹരങ്ങളാണ് പരസ്പരം ഏൽപ്പിക്കുന്നത്. ഇത് കേവലം ഒരു അതിർത്തി തർക്കത്തിനപ്പുറം പശ്ചിമേഷ്യയാകെ വിഴുങ്ങാൻ പോകുന്ന ഒരു മഹായുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹത്തിൽ ശക്തമായിട്ടുണ്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രത്യാക്രമണം ഉണ്ടായത്. ഉത്തര ഇസ്രായേലിലെ ഹൈഫ, ബേ, വെസ്റ്റേൺ ഗലീലി തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഹിസ്ബുള്ള റോക്കറ്റ് മഴ തീർത്തത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ നൂറുകണക്കിന് റോക്കറ്റുകൾ അതിർത്തി കടന്നെത്തിയത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വലിയ സമ്മർദ്ദത്തിലാക്കി. റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഉത്തര ഇസ്രായേലിലെ നഗരങ്ങളിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. ജനങ്ങൾ കൂട്ടത്തോടെ ബങ്കറുകളിൽ അഭയം തേടേണ്ടി വന്ന സാഹചര്യം ഈ മേഖലയിലെ സാധാരണ ജീവിതത്തെ പൂർണ്ണമായും നിശ്ചലമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ഈ നീക്കം ഇസ്രായേലിന് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പാണ്. തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ നടക്കുന്ന ഓരോ ആക്രമണത്തിനും അതിശക്തമായ മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്ന് അവർ ഇതിലൂടെ പ്രഖ്യാപിക്കുന്നു. ഇസ്രയേലിന്റെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം ഭൂരിഭാഗം റോക്കറ്റുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തുവെങ്കിലും ചില പ്രൊജക്ടൈലുകൾ തുറസായ സ്ഥലങ്ങളിൽ പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ആൾനാശത്തെക്കുറിച്ച് നിലവിൽ വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും ഹിസ്ബുള്ള തൊടുത്തുവിട്ട മിസൈലുകളുടെ എണ്ണവും അവയുടെ പ്രഹരശേഷിയും ഇസ്രയേൽ സൈന്യത്തെ ചിന്തിപ്പിക്കുന്നുണ്ട്. ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ബോംബിംഗ് മേഖലയിലെ മാനുഷിക സാഹചര്യം വഷളാക്കിയിരിക്കുകയാണ്. തെക്കൻ ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണം ആയിരക്കണക്കിന് ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റി. ഈ പ്രകോപനത്തിന് പ്രതികാരമായാണ് ഗലീലി മേഖലയിലേക്ക് തങ്ങൾ റോക്കറ്റുകൾ അയച്ചതെന്നാണ് ഹിസ്ബുള്ളയുടെ ഔദ്യോഗിക നിലപാട്. ശത്രുവിന്റെ ഓരോ ക്രൂരതയ്ക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹിസ്ബുള്ള നേതാക്കൾ ആവർത്തിക്കുന്നു. അതിർത്തിയിലെ ഈ സംഘർഷം ലെബനന്റെ ആഭ്യന്തര സുരക്ഷയെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഭയന്ന് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയാണ്. ലെബനൻ ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഹിസ്ബുള്ള ഒരു സ്വതന്ത്ര സൈനിക ശക്തിയായി പ്രവർത്തിക്കുന്നത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നീക്കങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. മേഖലയിലെ സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നതിന്റെ സൂചനയാണ് ഇപ്പോഴത്തെ മിസൈൽ കൈമാറ്റങ്ങൾ. ഇസ്രയേലിന് തങ്ങളുടെ സ്വന്തം പ്രതിരോധത്തിനുള്ള അവകാശമുണ്ടെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും ലെബനിലേക്ക് ഒരു സമ്പൂർണ്ണ സൈനിക കടന്നുകയറ്റം ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ കൈവശമുള്ള അത്യാധുനിക ആയുധശേഖരം ഇസ്രയേലിന് എപ്പോഴും ഒരു പേടി സ്വപ്നമാണ്. ഇറാൻ നൽകുന്ന സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ലോങ് റേഞ്ച് മിസൈലുകൾ ഇസ്രയേലിന്റെ ഹൃദയഭാഗമായ ടെല്ലവീവിനെ വരെ ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അതിർത്തിയിലെ ഈ ചെറിയ റോക്കറ്റ് ആക്രമണങ്ങളെ ഒരു വലിയ യുദ്ധത്തിന്റെ ട്രെയിലറായിട്ടാണ് സൈനിക വിദഗ്ധർ കാണുന്നത്. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് തങ്ങളുടെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിർത്തിയിൽ കൂടുതൽ ടാങ്കുകളും കാലാൾപ്പടയും അണിനിരന്നിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ ആയുധപ്പുരകൾ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു വലിയ ഓപ്പറേഷന് ഇസ്രയേൽ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദമേറുന്നുണ്ട്. എന്നാൽ ഇത് ഹിസ്ബുള്ളയുമായുള്ള ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് വഴിമാറിയാൽ അത് മേഖലയിലെ മറ്റു ശക്തികളെയും ഇതിലേക്ക് വലിച്ചിഴയ്ക്കും. ഗസയിലെ പോരാട്ടത്തിന് പിന്നാലെ വടക്കൻ അതിർത്തിയിൽ മറ്റൊരു യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രയേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഒരേ സമയം രണ്ട് മേഖലകളിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് സൈനികരുടെ മനോവീര്യത്തെയും സാമ്പത്തിക നിലയെയും ബാധിച്ചേക്കാം. എന്നാൽ അതിർത്തിയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേന അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും സംഘർഷം തടയാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇരുപക്ഷവും അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കുന്നുവെന്ന പരാതിയാണ് ഉയരുന്നത്. നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ ഫലം കാണാത്തത് മേഖലയെ വീണ്ടും അസ്ഥിരതയിലേക്ക് നയിക്കുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഹൈഫ പോലുള്ള തന്ത്രപ്രധാനമായ നഗരങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ആഗോള ഷിപ്പിംഗ് രംഗത്തെയും ബാധിച്ചേക്കാം. ഹൈഫ തുറമുഖം വഴിയുള്ള വ്യാപാര നീക്കങ്ങൾ തടസ്സപ്പെട്ടാൽ അത് ഇസ്രായേലിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകും. ഈ സാമ്പത്തിക പ്രത്യാഘാതം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഹിസ്ബുള്ള തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ലെബനൻ അതിർത്തിയിൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിക്കാനാണ് സാധ്യത. ഇസ്രായേൽ തങ്ങളുടെ വ്യോമാക്രമണങ്ങൾ കൂടുതൽ ലെബനൻ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചേക്കാം.
ഇതിന് മറുപടിയായി ഹിസ്ബുള്ള തങ്ങളുടെ പക്കലുള്ള കൂടുതൽ കരുത്തുറ്റ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചേക്കും. ഇത് ഒരറ്റമില്ലാത്ത പ്രതികാര പരമ്പരയായി മാറുകയാണ്. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധ സാഹചര്യം ക്രൂഡ് ഓയിൽ വിലയെയും സ്വാധീനിച്ചേക്കാം. മേഖലയിൽ ഒരു വലിയ യുദ്ധമുണ്ടായാൽ അത് ആഗോള വിപണിയിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാകും. ലോകരാജ്യങ്ങൾ അതീവ ഉത്കണ്ഠയോടെയാണ് ഹൈഫയിലെയും ബെയ്റൂട്ടിലെയും ഓരോ ചലനങ്ങളും വീക്ഷിക്കുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഈ ബലപരീക്ഷണം ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ സംഘർഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാന്തിയുടെ പാതകൾ അടയുകയും ആയുധങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന ഈ വേളയിൽ ലോകം ഒരു പുതിയ യുദ്ധവാർത്തയ്ക്കായി കാതോർക്കുകയാണ്. അതിർത്തിയിലെ തീ ഇതുവരെ അണഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അത് കൂടുതൽ ശക്തിയോടെ ആളിക്കത്തുകയാണ്.